പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാൻ നമ്മൾ ആ പഴയ എനർജിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ചുമയൊക്കെ നല്ല രീതിയിൽ ജലദോഷവും ചുമയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എമംഗസ് ആണ്. ഗൈസ് എമംഗസ് ഭയങ്കര സ്പീഡായിപ്പോയി. ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകണ എമംഗസ് ആണ്. അപ്പോൾ എമംഗസിൽ എൻ്റെ സ്കിന്ന് കണ്ട ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടി. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ആരെങ്കിലും തന്നേന്ന്. ഇതങ്ങ് ഒരാൾക്ക് റൂമിലോട്ട് കയറുമ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചില്ല. ഈ കളീനെ പറ്റി അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഈ എമംഗസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം. ഇതിൻ്റെ അകത്ത് നമ്മളൊരു റൂമിലേക്ക് ജോയിൻ ചെയ്യും. അതിൽ ഇമ്പോസ്റ്റേഴ്സ് ഉണ്ട്. 3 ഇമ്പോസ്റ്റേഴ്സും കുറച്ച് ക്രൂമേറ്റ്സും കാണും. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15 പേരുള്ളതിലാണെങ്കിൽ 12 ക്രൂമേറ്റും 3 ഇമ്പോസ്റ്ററും. അവർക്ക് ഇമ്പോസ്റ്ററിൻ്റെ എണ്ണം കുറയ്ക്കാം. 1 ഇമ്പോസ്റ്ററാക്കാം, 2 ഇമ്പോസ്റ്ററാക്കാം, 3 ഇമ്പോസ്റ്ററാക്കാം. അങ്ങനെയാണ് കളി എന്ന് പറഞ്ഞാൽ. അപ്പം ഇമ്പോസ്റ്റേഴ്സിന് ക്രൂമേറ്റ്സിന് ആരും അറിയാതെ തീർക്കണം. ഇത് പിന്നെ വോട്ടിങ്ങിലൂടെ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ കളിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ 11 പേരുള്ള ഒരു റൂമിലോട്ട് കയറാൻ പോവുകയാണ്. റൂം ഫുള്ളായിരുന്നു. ഇത് കുറച്ചൊരു 10-15 സെക്കൻഡ് അപ്പോൾ 15 പേരായിട്ടുണ്ട്. ഈ റൂം സ്റ്റാർട്ടാകും. ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടായി ഗൈസ്. ഇനിയാണ് നമ്മൾ ഇമ്പോസ്റ്ററാണോ ക്രൂമേറ്റാണോ എന്ന് കാണാൻ പോകുന്നത്. ക്രൂമേറ്റ്സിന് ടാസ്ക്കൊക്കെ തീർക്കണം. നമ്മൾ ഇമ്പോസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ വോട്ട് ചെയ്യണം. എൻ്റെ റോളിപ്പോൾ ട്രാക്കറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാക്കറായിട്ടിപ്പോൾ ഇമ്പോസ്റ്റർ ലെഫ്റ്റ് ദ ഗെയിം കിടില. ഒരു ഇമ്പോസ്റ്റർ അങ്ങ് ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലിങ്ങനെ സൈഡിൽ എഴുതി കാണിക്കും. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഫിക്സ് വയറിംഗ് ഉണ്ട് എനിക്ക്. പിന്നെ സ്റ്റോറേജ് ഫ്യൂവൽ എൻജിൻ. ഇതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ബോഡി റിപ്പോർട്ട് ഇപ്പോൾ ഒരു ഇമ്പോസ്റ്ററിനെയാണ്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റും. വേറെ നോക്കിയാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബറാണെന്ന് പറയാം. ഐ ആം റെക്കോർഡിംഗ് വീഡിയോ ഇൻ YT എന്ന് പറയാൻ പേരാ. ഏത് മൂഡ് ചാനലിൻ്റെ പേരും കൂടെ പ്രൊമോഷൻ ചെയ്യാം. ചാനൽ നെയിം ഈസ് നമ്മളിപ്പോൾ അവരിപ്പോൾ പറയും ആരാണ് ചെയ്തതെന്ന്. ഡൗട്ടുള്ളവരിങ്ങനെ പറയും. ഗ്രീൻ ഓർ ലൈം ഹീ കിൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ ഈ ഗ്രീനിനെ ലൈമിനെ വല്ല വോട്ട് ചെയ്യണം. ലൈമിനെയാണ് വോട്ട് ചെയ്തത്. ലൈമാണ് അവനെ വാദിക്കാൻ നോക്കിയത്. പ്രോ ഹാക്കറാ? അയ്യോ, പ്രോ ഹാക്കർ വോട്ടിടുന്നു. എൻ്റെ പേരാണ് പ്രോ ഹാക്കർ. എല്ലാവരും ഇവനെയാണ് വോട്ട് ചെയ്തത്. ഫോക്സി. എൻ്റെ മോനെ ഫോക്സി ആക്സസ് പോയി. ഫോക്സി ആക്സസ് പോയിട്ടുണ്ട്. അവ ഇമ്പോസ്റ്റർ അല്ലായിരുന്നു. നമ്മളിനിപ്പോൾ ഇപ്പോൾ ഇവന്മാരൊക്കെ ഭയങ്കരന്മാരാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഫ്യൂവൽ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവനൊക്കെ അവൻ വോട്ട് ബ്ലാക്ക് ചുമ്മാ കിടന്ന് മീറ്റിംഗ് വിളിക്കുന്നു. എല്ലാവരും ബ്ലാക്കിനെ വോട്ട് ചെയ്യാറ്. സോറി വോട്ട് ബ്ലൂ. I think it was a shape-shifting. OMG, how do you know? വോട്ട് ബ്ലൂ എന്ന് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബ്ലൂവിനെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത്. നമുക്ക് ബ്ലൂവിനോട്ടെ. കൈറ ഗെയിമർ അവനാണ് അപ്പോൾ നമ്മളെ ചോദ്യം കണ്ണേ. നോ വോട്ട് ബ്ലൂ. ഈ ഹേദി ആയിരിക്കും അപ്പോൾ അടുത്തത്. ഗോ സ്കിപ്പൊന്നും ചെയ്യില്ല മക്കളെ. സ്കിപ്പ് ചെയ്യില്ല. പക്ഷേ ഭാഗ്യം. എല്ലാവരും കൈറ ഗെയിമിങ്ങിനാണ് കൊടുത്തത്. ഗെയിമറിനാണ് കൊടുത്തത്. അവനിപ്പോൾ ചിലപ്പോൾ ഇത് ഷിഫ്റ്റർ ആയിരിക്കും. അവസാന ഇമ്പോസ്റ്റർ. 2 ഇമ്പോസ്റ്റേഴ്സ് റിമൈനാണ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ എന്തായാലും ആരോ ഓക്സിജൻ ഡിപ്ലീറ്റ് ആക്കി. ഇതേപോലെ ഈ കില്ലേഴ്സ് നമ്മളെ ഇമ്പോസ്റ്റേഴ്സിന് സബോട്ടേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സബോട്ടേജ് ചെയ്ത് ഇങ്ങനെ നശിപ്പിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് സെക്കൻഡ് കാണിക്കും. ആ സെക്കൻഡിനുള്ളിൽ നമ്മൾ എത്തിയ ആ സംഭവം ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പെറ്റൊക്കെ ഉണ്ട്. ഇതിനെ തരാം. നമ്മൾ ഔട്ടാവും. നമ്മൾ ക്രൂമേറ്റ്സിന് ഔട്ടാവും.
നമ്മൾ അടുത്താരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് സൂക്ഷിക്കണം. നമ്മളിതാ ഇപ്പോൾ ഈ പെറ്റിനെ തടവുന്നുണ്ടോ? ഇതൊക്കെ അവർ ഇമ്പോസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ ഇമ്പോസ്റ്റർ അല്ലെങ്കിൽ നമ്മളൊരു സുഖത്തിനൊക്കെ ചെയ്യും. അത് ട്രാക്ക് ഇനി എനിക്ക് എവിടെയാണുള്ളത്? ഇലക്ട്രിക്കലിൽ പോയി നമ്മൾ ഇത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ലൈറ്റൊക്കെ ഇലക്ട്രിക്കലിലാണുള്ളത്. മെഡ് ബേ സ്കാനൊന്നും എനിക്കില്ല. അപ്പം നമ്മൾ മെഡ് ബേയിലൊന്നും പോയി സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക്കൽ ഇത് ഇവിടെയാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ പയ്യെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാക്കും. അപ്പോൾ ഇതും കൂടെ പിടിച്ച് താഴ്ത്തി കൊടുത്താൽ ലൈറ്റ് ശരിയായി. നമ്മൾ ലൈറ്റാണ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറിംഗ് ഒക്കെ ഇതേപോലെ ഫിക്സ് ചെയ്യണം. നമ്മളെ കൊന്നാൽ നമുക്ക് ഒന്നിൽ ഗാർഡിയൻ ഏഞ്ചലാവും, അല്ലെങ്കിൽ നമ്മൾ ഇതാവും, നമ്മളെ ഗോസ്റ്റ് ആവും. നമുക്ക് അവരെ ഹോണ്ട് ചെയ്യാൻ പറ്റും ആൾക്കാരെ. ഈ ടാസ്ക് ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യണം, ഇതിവിടെ കൊടുക്കണം. ഇനി എനിക്ക് ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത് പോയി ശരിയാക്കണം. നമ്മളെ ടാസ്ക് ഒക്കെ കളയണം ഓക്സിജൻ വരുമ്പോൾ. 49308 ഓക്സിജൻ ഡിപ്ലീഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വയറിങ് ഫിക്സ് ആക്കുന്നതിന് ട്രാക്കറിൻ്റെ മെയിൻ പണി. പിന്നെ ഇതേപോലെ ബാറ്ററിയൊക്കെ എടുത്ത് വേണം. ഈ ബാറ്ററി വയ്ക്കുന്നത് നല്ല സുഖമാണ്. ജസ്റ്റ് എന്നാൽ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനിയും ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ മരിക്കാനാവുമെന്ന് എനിക്ക് തോന്നുമ്പോൾ നീ വീഡിയോ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ലാഗായിപ്പോവും. അല്ലെങ്കിൽ വേണ്ട, 5 മിനിറ്റത്തേക്ക് ഇത് റിയാക്ടർ മെയിൻ ഡൗൺ ആയ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വയ്ക്കണം. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് യൂസർ. റിയാക്ടർ നോർമൽ. ആ യൂസർ ആരാ? ഈ ലിയോ പ്രശ്നക്കാരനല്ല. ഈ വോട്ടിംഗ് ആണ്. അപ്പോൾ വോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഭയങ്കര ലാഗാവും. ഇപ്പോൾ ഹെയ്ദിനെയാണ് എല്ലാവരും വോട്ട് ചെയ്തത്. അവൻ ഇമ്പോസ്റ്റർ അല്ല. ഹെയ്ദി ഇമ്പോസ്റ്റർ അല്ല. എനിക്ക് യെല്ലോയിനെ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ യെല്ലോയിനെ പയ്യെ ഫോളോ ചെയ്യാൻ പോകും. ഇതെനിക്ക് ചെയ്യണം. ഇതെത്തി നമുക്ക് പാടാം. നമ്മൾ ഈ ക്യാനിലെ ഫുൾ ഫീൽ നമ്മൾ തീർത്തൊഴിക്കുക. എന്തോ പ്രശ്നമുണ്ട്. കോംസ് സബോട്ടേജ്ഡ്. എൻ്റെ മോനെ ഈ കോംസൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് അവന്മാർ ഭയങ്കരന്മാരാണ്. ഇവന്മാർ സപ്പോർട്ടേജ് ചെയ്ത് എന്തോ പ്രശ്നം പറ്റുന്നുണ്ട്. ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് ഒരുത്തനും കോംസൊന്നും സപ്പോർട്ടേജ് ചെയ്തത് മാറ്റാൻ പറ്റില്ല. പൊട്ടന്മാരടാ ഇവനൊക്കെ. എമർജൻസി മീറ്റിംഗ്. നോ ഡെഡ് ബോഡീസ് ഫൗണ്ട് ആണ്. പ്ലീസ് നമുക്കിപ്പോൾ യെല്ലോ സസ് എന്ന് വിളിച്ച് പറയാനുള്ള സമയമാണ്. റൈസ് യെല്ലോയിനെ എനിക്ക് സസ്പീഷ്യസ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് യെല്ലോയിനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണം. യോളോ എന്നായിപ്പോയി. യെല്ലോ സസ്. അവൻ ഈ റിയാക്ടറിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഹീസ് നിയർ ദ reactor but he didn't repair. യെല്ലോ എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നിട്ടുണ്ട്. ഞാൻ യെല്ലോയ്ക്ക് വോട്ട് ചെയ്തു. എല്ലാവരും യെല്ലോയ്ക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഐസസ് എല്ലാവരും കല്ലൂക്കാളിനാണ് ചെയ്ത്. കല്ലൂക്കാളുവിനെ കാട്ടി യെല്ലോയാണ് മക്കളെ. നിങ്ങളിത് എന്താണ് വെറ്റകൾ? വാസ് നോട്ട് അനുഭവം. യെല്ലോ മക്കളെ, യെല്ലോ. അടുത്ത എമർജൻസി മീറ്റിംഗ് ഞാൻ തന്നെ വിളിക്കും. ഇപ്പോൾ പോയ യെല്ലോ അടുത്ത് ഒട്ടടിക്കാൻ സപ്പോർട്ട് ചെയ്ത്. ഏതായിരുന്നു? റിയാക്ടറായിരുന്നു. ഈ സ്ഥലത്തൂടെ ഓടിയെത്താം. എല്ലാവരും കാട്ടി ഫസ്റ്റ് ഞാനാണ് എത്തിയപ്പോൾ ഞാൻ വന്ന് ഇപ്പുറത്ത് കൈവയ്ക്കുക. യെല്ലോ സസ് അടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് തന്നെ യെല്ലോയിനെ സസ് അടിക്കുന്നുണ്ട്. ഈ വയറിങ് എളുപ്പമായിരുന്നു കേട്ടോ. യെല്ലോ. ഞാൻ പോയി യെല്ലോയ്ക്കിട്ട് പെട്ടെന്നൊന്ന് എമർജൻസി മീറ്റിംഗ് വിളിച്ച് യെല്ലോയിനെ ഔട്ടാക്കാൻ പോകുന്നു. എമർജൻസി വിളിച്ച് ഞാൻ തന്നെ സയ്യിദാണ് വിളിച്ചത് എമർജൻസി. എൻ്റെ അങ്ങനെ
ഐ കിക്ക് യെല്ലോ സസ് ഫോർ എ ലോങ് ടൈം. യെല്ലോ സസ് ഫോർ എ ലോങ് ടൈം എന്ന് അടിച്ചിട്ടുണ്ട്. യെല്ലോ സസ്പീഷ്യസ് യെല്ലോ ഞാനൊക്കെ ഐക്കാണ് കൊടുക്കുന്നത്. എല്ലാവരും ഐക്ക് കൊടുക്കണം. ഐ ചത്തയേ ഇല്ല, ഞാൻ ചാവുന്നില്ല ഗൈസ്, കാരണം അവനാണ്. ഓക്കെ വോട്ട് മീ, അവനെ വോട്ട് ചെയ്യാൻ. ഇതാണ് ഞാൻ പണ്ട് ഇമ്പോസ്റ്റർ ആയിരുന്നപ്പോൾ ഉള്ള ശീലമാണ്. ഞാൻ പറയും വോട്ട് മീ, എന്നെ തന്നെ വോട്ട് ചെയ്തു. ഞാനല്ലല്ലോ, എനിക്ക് സുഖമാണ്. അയ്യോ ഐ വാസ് നോട്ട്. ഞാനങ്ങാതെ വയ്ക്കാൻ പോണ്. എന്നെ വന്ന് ആര് തീർക്കുമെന്ന് നോക്കാം. സയ്യിദ് അവനാ പോയി മീറ്റിംഗ് വിളിച്ച്. എന്നെ ഇപ്പം എല്ലാവരും കൂടെ എന്നെയാണ് ഇനി വോട്ട് ചെയ്യാൻ പോണത്. 100% ഉറപ്പ്. എന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ വയ്യൊക്കെ ചോദിക്കുന്നത്. ഞാൻ എല്ലാവരും വോട്ട്. ഗോജോ പർപ്പിൾ ഈസ് ഇമ്പോസ്റ്റർ, നോ പ്രോ ഹാക്കർ ഫോളോസ് കയ്യത്. ഗൈസ് ക്ലോസ് റിലേ, അവൻ്റെ റിലേ അടിച്ച് പൊട്ടിക്കണം. അവൻ പ്രോ ഹാക്കർ എന്ന് പറയുന്നു. ഐ ഫോളോസ് ഗൈസ് എല്ലാവരും സെയ്ത് നമ്മളെ കൂടെ. സെയ്ത് പാവമാണ്. ഗോജോ പർപ്പിളായിരുന്നു. ഞാൻ ഗോജോ പർപ്പിളിനാണ് കൊടുത്തത്. ഇറ്റ് വാസ് ഗൈസ് നമ്മൾ ഗോജോ പർപ്പിളിന് കൊടുത്തിട്ട്. ഗോജോ പർപ്പിൾ എന്നല്ലവൻ്റെ പേര് ഗോജോ, എൻ്റെ കളറാണ് പർപ്പിൾ. ഓന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോജോയ്ക്കാണ് വോട്ട് കൊടുത്തിരുന്നത്. ഗോജോ തോറ്റി. എൻ്റെ പ്രോ ഹാക്കറിനെ വോട്ട് ചെയ്യാൻ മുതിർന്നവൻ, അന്തസ്സില്ലാത്തവൻ. ഗൈസ് ലിയോ അല്ല എന്തായാലും. എനിക്ക് അവനെ റിയാക്ടർ മെയിൻ്റെ ഏതോ റിയാക്ടറിനോട് ഇഷ്ടമൂത്തവനാണ്. ഇനിയിപ്പോൾ അടിയിൽ വഴി കൂടെ എല്ലാ ഡോറും പോയി. എൻ്റെ പൊന്നോ പള്ളി. എടാ സയ്യിദുൽ. എൻ്റെ മോനെ സെയ്താണ്. റിയാക്ടർ നോർമൽ കൂടെ ചെയ്തേര്. ക്ലോസ് റിലേ കുഴപ്പമില്ല. സെയ്ദ് ഞാൻ ഇപ്പോൾ എമർജൻസി മീറ്റിംഗ് വിളിക്കാൻ പോണ സെയ്ദാണ് ആള്. സെയ്ദ് റിയാക്ടർ മെയിൻ ഉണ്ട്. ഹി പെറ്റഡ് ഹിസ് പെറ്റ് ആൻഡ് didn't try to റിപ്പയർ എന്നടിക്കാം. എൻ്റെ പാട്ട് ഇംഗ്ലീഷൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് സയ്യിദിനെ നല്ല ഡൗട്ടുണ്ട്. സയ്യിദാണ്. എടാ മക്കളെ, സയ്യിദാണെടാ മക്കളെ. നിങ്ങളൊക്കെ വന്ന് വോട്ട് ചെയ്താൽ സയ്യിദ് ഔട്ടാവും. എടാ എല്ലാം എന്നെ വോട്ട് ചെയ്ത്. അയ്യോ ഞാൻ പോയി. ഹോണ്ടേ ആയിട്ടില്ല, ഇമ്പോസ്റ്റർ ആയിരുന്നു. ഇപ്പം ചാജു, എനിക്ക് ചാജുവിനെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കള്ള ചാജു, ഹമക്കുൽ ബെഡുക്കൂസ്, ആരെയും ഞാൻ ഇമ്പോസ്റ്റർ ഒന്നും എനിക്ക് ഇത് OTവും CO2 ഒന്നും എനിക്ക് ചെയ്യാറ്റത്തില്ല. എല്ലാ എണ്ണത്തിനും മനസ്സിലായി കാണും. ചാജു മക്കളെ. ഈ ചത്തവർ സംസാരിച്ച ആരും അറിയൂല. ചാജു എടാ മക്കളെ, ചാജുവാണ്.
ചാജുവാണ് ചാജുവാണ്. ചാജു ക്ലാസ് റിലേ മക്കളെ എല്ലാവരും ചാജുവിനെ പറയടാ, ചാജുവിനെ പറയടാ. സയ്യിദേ ലിയോ ചാജുവിനെ വോട്ടിയടാ മക്കളെ. സയ്യിദല്ല ചാജു, ചാജു 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 7 ചാജു ചാജു 7 ചാജു. ആരും ചാജുവിനെ എല്ലാവരും ചെയ്യണേ. സയ്യിദിനോ ലിയോ ടാൻ മൈബിയുമ്പോ എല്ലാവരും എന്തരാ ചെയ്യണം. എടാ ഈ ചാജു സംസാരിച്ചിട്ടില്ല, തുടങ്ങിയിട്ട് അവസാനം വരെ ചാജു സംസാരിച്ചിട്ടില്ല. ഇത്രയായിട്ട് ചാജു ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചുമ്മയാണ്. ചാജു ഭയങ്കര സസ്സാണ്. പാവോടാ ലിയോയ്ക്ക് മനസ്സിലായി. ലിയോയിനെ ഇപ്പം ചാജു തട്ടും. ഇത് ചാജു ആണ്. എനിക്ക് ലാസ്റ്റ് ചാജുവും മറ്റേവനും കൂടെ കുത്തിയിരിക്കും മിക്കവാറും. ഈ ചാജു ഒറ്റ ഒരു വൃത്തിയാട്ടോ. കാരണം എത്ര വേറെ ജീവനോടെ വെടിഞ്ഞ ഇവനൊക്കെ ആരവൻ്റെ. ഓ അത് സാബോട്ടേജ്ഡ്, സാബോട്ടേജ് ആവട്ടെ, സാബട്ടേജ് അങ്ങനെ പറയുന്നത്. സാബട്ടേജ് സെക്യൂരിറ്റി നമ്മൾ വാച്ച് ചെയ്യും. മൗസിലൊന്നും നോക്കിയിട്ട് ഞാൻ പ്രശ്നം. ഇപ്പം ചാജു ആരെങ്കിലും തീർക്കാൻ നമുക്ക് നോക്കാം. നമ്മളെ ചാജു ആപ്പിളി ആരെങ്കിലും തീർക്കുമോ? ചാജു അവിടുത്തെ ഡോർസ് എല്ലാം ഓപ്പണായി. നമ്മളെ ചാജു ആരെങ്കിലും തീർക്കുമോ എന്ന് കണ്ടറിഞ്ഞു. എൻ്റെ മനസ്സ് സെക്യൂരിറ്റി ആയിട്ട് ചാജു 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 അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ചാജു സബോട്ടേജ് ചെയ്ത്, ചാജു സബോട്ടേജ് ചെയ്ത്. ചാജു എന്ത് ചെയ്താലും നമുക്കൊന്നും ചെയ്യാറില്ലല്ലോ, നമ്മൾ പാവങ്ങളുടെ. ചാജുവ എന്തോ ചെയ്യും, എന്തോ ചെയ്യുമെന്ന് പറയണേ. ടാസ്ക് കംപ്ലീറ്റ് ആയി. പച്ചലൈറ്റ് കത്തിക്കാനായിരുന്നു. ചാജു എല്ലാത്തിനെയും തീർത്ത്. ഇപ്പം ചാജു ജയിച്ചു. ബൈ മക്കളെ. ചാജു വിൻ ചെയ്തു. ഗൈസ് ചാജു ജയിച്ചു. ഈ കളിയിൽ ചാജുവിന് വിട്ടുകൊടുത്തു. അടുത്ത കളി നമ്മൾ പിടിക്കും. അപ്പോൾ ഗൈസ് അടുത്ത കളിയിൽ ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബേബി സീ യു.